വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ M4 Edu Arena 2296. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 7th ഫസ്റ്റ് യൂണിറ്റ് ആയ എ റോബോട്ട് വിത്ത് എ വൈറസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ചാപ്റ്റർ എടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. ബാലൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പോവാം, ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഓക്കെ, വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവല്ലി? എന്തുകൊണ്ടാണ് റിക്കിയുടെ ശീലങ്ങൾ സ്ലോവല്ലി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ ആൻസറിലേക്ക് നോക്കാം. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. ഹി ഡസൻ ടേക്ക് കെയർ ഓഫ് ദം, സോ ഹിസ് ഹാബിറ്റ്സ് വെയർ ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവല്ലി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. നമ്മൾ പഠിച്ചതാണ്. റിക്കി അവന്റെ ബിലോങ്ങിങ്സ് എല്ലാം ആ വീട് ഫുള്ളായിട്ട് വലിച്ചു വാരിയിടും അല്ലേ. ബെഡിനടിയിലും ഫ്ലോറിലും ഒക്കെ സ്കാറ്റർ ചെയ്താണ് അവന്റെ ബിലോങ്ങിങ്സ് എല്ലാം കിടക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. ഹി ഡസൻ ടേക്ക് കെയർ ഓഫ് ദം. അതിനെ ഒന്നും ശ്രദ്ധിക്കാറേ ഇല്ല. സോ ഹിസ് ഹാബിറ്റ്സ് വെയർ ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവല്ലി. അതുകൊണ്ടാണ് അവന്റെ ഹാബിറ്റ്സിനെ എന്തെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? സ്ലോവല്ലി ആണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹൗസ് ഹോൾഡ് കോഴ്സ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? എന്തൊക്കെ വീട്ടുകാര്യങ്ങളാണ് നമ്മുടെ ബട്ട്ലർ റോബോട്ട് ചെയ്തു കൊടുക്കുന്നത്? എന്തൊക്കെയാണ്? കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. അപ്പൊ എന്താണ് നമ്മുടെ ബട്ട്ലർ റോബോട്ട് ചെയ്യുന്നത്? കുക്കിംഗ് ചെയ്തു കൊടുക്കുക അല്ലേ. ക്ലീനിങ് ആൻഡ് അയണിങ്. അപ്പോൾ എന്താണ്? റിക്കിയുടെ ക്ലോത്ത്സ് എല്ലാം അയൺ ചെയ്ത് നല്ലതുപോലെ മടക്കി അൽമിറയിൽ കൊണ്ടുവന്ന് വയ്ക്കും അല്ലേ. പിന്നെന്ത് ചെയ്യും? വീടെല്ലാം ക്ലീൻ ചെയ്യാൻ സഹായിക്കും, കുക്കിങ്ങിന് സഹായിക്കും. അങ്ങനെ പല പല ഹൗസ് ഹോൾഡ് കോഴ്സ് ബട്ട്ലർ റോബോട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട വർക്ക് എന്താണ്? ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് എന്താണ്? പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. റിക്കിയുടെ ക്ലോത്ത്സ് എല്ലാം ഫ്ലോറിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ റിക്കിയുടെ ക്ലോത്ത്സ് എല്ലാം പിക്ക് ചെയ്തിട്ട് കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വെക്കുകയാണ് പ്രധാന പണി റോബോട്ടിന്റെ അല്ലേ. മനസ്സിലായല്ലോ? ഒന്നുകൂടെ വായിക്കാം. കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ ഓതർ മീൻ ബൈ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്? എന്തുകൊണ്ടാണ് ഓതർ മീൻ ചെയ്യുന്ന ഈ വാക്ക്? ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ പഠിച്ചതാണ്, കയ്യോടെ പിടികൂടുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ് ഹി കോട്ട് ഇറ്റ് സഡൻലി. He thought the robot was a faulty one, so he caught him at once. എന്താണ് പറയുന്നത്? While it was picking up one of his clothes, he caught it suddenly. പെട്ടെന്ന് തന്നെ കയ്യോടെ പിടിക്കപ്പെട്ടതിനെയാണ് എന്തെന്ന് പറയുന്നത്? റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത്. അങ്ങനെ റിക്കിയുടെ ക്ലോത്ത്സ് എടുക്കുന്ന വഴിയിൽ തന്നെ റിക്കി എന്ത് ചെയ്തു? ഒരു സ്പൈ വർക്ക് പോലെ പെതുക്കെ പെതുക്കെ നടന്ന് റോബോട്ടിനെ കയ്യോടെ പിടിച്ചു അല്ലേ. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത്. ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. ഹി തോട്ട് ദ റോബോട്ട് വാസ് എ ഫോൾട്ടി വൺ. റിക്കി എന്താ ചിന്തിക്കുന്നത്? റിക്കി തോട്ട് ദാറ്റ് ദ റോബോട്ട് വാസ് എ ഫോൾട്ടി വൺ. ഒരു തെറ്റായിട്ട് പ്രോഗ്രാം ചെയ്ത ഒന്നായിട്ടല്ലേ റിക്കി നമ്മുടെ ബട്ട്ലർ റോബോട്ടിനെ കാണുന്നത്. സോ ഹി കോട്ട് ഹിം അറ്റ് വൺസ്. വാട്ട് ഡസ് ദ ഓതർ മീൻ ബൈ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്? ഓൺസ് മോർ. വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ് ഹി കോട്ട് ഇറ്റ് സഡൻലി. സഡൻലി പെട്ടെന്ന് കൈയോടെ പിടിച്ചല്ലേ. ഹി തോട്ട് ദ റോബോട്ട് വാസ് എ ഫോൾട്ടി വൺ, സോ ഹി കോട്ട് ഹിം അറ്റ് വൺസ്. മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fourth question. Here, sir, I did not know it was bothering you. What does the robot mean? റോബോട്ട് എന്താണ് ഈ ഒരു ഹിയർ സർ ഐ ഡിഡ് നോട്ട് നോ, എനിക്ക് അറിയില്ലായിരുന്നു, ഇറ്റ് വാസ് ബോദറിങ് യു. അങ്ങനെ റിക്കിയോട് പറയുന്നത് എന്തുകൊണ്ടാണ്? നോക്കാം. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പേരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ്. വൺ ഡേ ദ റോബോട്ട് ഹു വാസ് വെയറിംഗ് പാസ്റ്റ് ഹേർഡ് ദ ബോയ്സ് കംപ്ലൈൻസ്. While hearing his complaints, the robot came to know his act was bothering Ricky. Ricky kept on complaining to his parents about the robot hiding things. റിക്കി എന്ത് ചെയ്യുന്നു? പേരൻസിനോട് കംപ്ലൈന്റ് പറയുവാണല്ലേ. എന്തിനാണ്? റോബോട്ട് തന്റെ സാധനങ്ങളെല്ലാം ഒളിപ്പിക്കുന്നു എന്ന് റിക്കി പേരൻസിനോട് കംപ്ലൈന്റ് പറയുവാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഓൺ ഡേ ദ റോബോട്ട് ഹു വാസ് വെയറിംഗ് പാസ്റ്റ് ഹേർഡ് ദ ബോയ്സ് കംപ്ലൈൻറ്റ്സ്. ഇങ്ങനെ റോബോട്ട് ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഈ ആൺകുട്ടിയുടെ കംപ്ലൈന്റ് ഇങ്ങനെ കേൾക്കുവാണ്. റിക്കി പറയുന്ന കംപ്ലൈന്റ് ഇങ്ങനെ കേൾക്കുവാണ്.
വൈൽ ഹിയറിംഗ് ഹിസ് കംപ്ലൈൻസ്, ആ കംപ്ലൈന്റ് കേട്ട ഉടനെ തന്നെ ദ റോബോട്ട് കെയിം ടു നോ ഹിസ് ആക്ട് വാസ് ബോദറിംഗ് റിക്കി. ആ റോബോട്ടിന്റെ പ്രവൃത്തികളെല്ലാം റിക്കിയെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് അന്നാണ് റോബോട്ടിന് മനസ്സിലായത്. റോബോട്ട് എന്താ വിചാരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ക്ലീൻ ആയിട്ട് ചെയ്യാനാണ് റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തേക്കുന്നത് അല്ലേ. പക്ഷേ റിക്കി കംപ്ലൈന്റ് പറഞ്ഞതോടുകൂടി റോബോട്ടിന് മനസ്സിലായി റോബോട്ടിന്റെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ റിക്കിയെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. ഓൺസ് മോർ റിക്കി kept on complaining to his parents about the robot hiding things. One day, the robot who was wearing pants heard the boy's complaints. While hearing his complaints, the robot came to know his act was bothering Ricky. Next question. What changes came about in Ricky's behavior? നമ്മുടെ റോബോട്ട് വന്നതോടുകൂടി എന്തെല്ലാം ചേഞ്ചസ് ആണ് റിക്കിയുടെ ബിഹേവിയറിൽ ഉണ്ടായിട്ടുള്ളത്? എന്തെല്ലാം ചേഞ്ചസ് ആണ് നോക്കാം. Ricky decided to become a maximum efficiency boy. He put real care into how he treated his things. He kept them tidy and made sure he did not have more than what was necessary. With his pocket money, he began to help people and buy needful things for them. എന്തൊക്കെ ചേഞ്ചസ് ആണ് റിക്കിയുടെ ബിഹേവിയറിൽ വന്നിട്ടുള്ളത്? റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. നമ്മുടെ റോബോട്ടിനെ പോലെ മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് ആര് മാറി? റിക്കി മാറാൻ തീരുമാനിച്ചു. അതായത് അവന് ആദ്യം കെയർലെസ് ആയിട്ടല്ലേ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരുന്നത്. ഇപ്പോൾ എന്താണ് റിക്കി തീരുമാനിച്ചേക്കുന്നത്? എല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെക്കാനാണ്. അതായത് മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറാനാണ് ആര് തീരുമാനിച്ചേക്കുന്നത്? റിക്കി തീരുമാനം എടുത്തിട്ടുള്ളത് അല്ലേ. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. എന്താണ് അവന്റെ സാധനങ്ങളെല്ലാം കെയർ ചെയ്യാനായിട്ട് അവൻ തുടങ്ങി. ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മേഡ് ഷുവർ ഹി ഡിഡ്ന്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. എല്ലാ സാധനങ്ങളും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. പോക്കറ്റ് മണിയിൽ നിന്ന് തന്നെ അവൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആവശ്യക്കാർക്ക് വാങ്ങിക്കൊടുക്കാൻ, അതായത് മറ്റ് ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു ടെൻഡൻസിയും റിക്കിക്ക് തുടങ്ങി അല്ലേ. അതായത് റോബോട്ടിനെ കണ്ടിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ചേഞ്ച് ആർക്ക് വന്നത്? റിക്കിക്ക് വന്നത് അല്ലേ. പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനും തൻ്റെ ബിലോങ്ങിങ്സ് എല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സൂക്ഷിക്കാനും ഒക്കെ ആര് പഠിച്ചു? റിക്കി പഠിച്ചു. തൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ പുവർ പീപ്പിളിന് വാങ്ങിക്കൊടുക്കാനും ആര് പഠിച്ചു? റിക്കി പഠിച്ചു. ആരിൽ നിന്നാണ്? നമ്മുടെ റോബോട്ടിൽ നിന്ന് അല്ലേ. ഇപ്പോൾ റോബോട്ടും മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബട്ട്ലർ റോബോട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ റിക്കിയും എന്താണ്? മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറി. ഒന്നുകൂടെ വായിക്കാം. റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. He kept them tidy and made sure he didn't have more than what was necessary. With his pocket money, he began to help people and buy needful things for them. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മുടെ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ഭാഗത്തുള്ളത്. ഇനി നമുക്കുള്ളത് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.